UDF-ന് വേണ്ടി സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയെന്ന് വെൽഫെയർ പാർട്ടി. കേരളത്തിൽ പലയിടത്തും വെൽഫെയർ പാർട്ടി കൺവെൻഷൻ നടത്തിയെന്നും കൺവെൻഷനുകളിലെല്ലാം UDF സ്ഥാനാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടെന്നും തുറന്നു സമ്മതിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി. കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. രമ്യ, ഈ ഇസ്ലാമിക ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സഖ്യമുണ്ടാക്കിയെന്ന യാഥാർത്ഥ്യം UDF നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് സംസ്ഥാനത്തുടനീളം ഈ ഭീകര സംഘടന UDF-ന് വേണ്ടി പ്രചരണം നടത്തി എന്നുള്ളതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിലും വലിയ പ്രധാന ചൂടേറിയ ചർച്ച കേരളം അല്ലെങ്കിൽ ചർച്ച ചെയ്തത് ഇത്തരത്തിൽ ഈ വർഗീയ സംഘടനകളുമായിട്ടുള്ള ഇടതു വലതു മുന്നണികളുടെ സഖ്യം തന്നെയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലുടനീളം പല നിയോജകമണ്ഡലം ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും ചർച്ചയായത്. ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, അതായത് മലബാറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയയും അതുപോലെ തന്നെ ഫാത്തിമ തഹ്ലിയയും അതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നത്. വലിയ തോതിൽ കേരളം ഇത് ചർച്ച ചെയ്തതാണ്. അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ ഈ വലത് ഇടത് മുന്നണികൾ ഇത്തരത്തിലുള്ള വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ SDPI തുടങ്ങിയ വർഗീയ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കാറുണ്ട്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളും വലിയ തോതിൽ തന്നെ കേരളം ചർച്ച ചെയ്യാറുമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ചർച്ച കൂടി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ വെൽഫെയർ പാർട്ടി, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള റസാഖ് പാലേരി ഈ വിഷയവുമായി തുറന്നു പറയുന്നത്. അതായത് ഇത്തവണ സംസ്ഥാനത്തുടനീളം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഇത്തരത്തിൽ UDF-ഉം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കിയെന്ന് തന്നെയാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ പേരാമ്പ്രയിലെ വിഷയമായിരുന്നു. അത് അത്തരത്തിൽ ചർച്ചയാക്കേണ്ട വിഷയമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. കാരണം ഈ സംസ്ഥാനത്തുടനീളം എല്ലാ നിയോജക മണ്ഡലത്തിലും ഇത്തരം UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഈ കൺവെൻഷനുകളിൽ UDF സ്ഥാനാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടെന്നുമാണ് ഇദ്ദേഹം തുറന്നു സമ്മതിക്കുന്നത്. ഇത് വലിയ തോതിൽ ചർച്ചയായത് പേരാമ്പ്രയിലായിരുന്നു. കാരണം പേരാമ്പ്ര ഈ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ CPM BJP ഉൾപ്പെടെ ആദ്യഘട്ടം മുതൽ തന്നെ ആരോപിച്ചിരുന്നത് ഫാത്തിമ തഹ്ലിയ ജമാഅത്തെ ഇസ്ലാമിയുടെ കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ, അതായത് ഇത് ശരിവെക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ പേരാമ്പ്രയിൽ സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായതോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥി ഈ പരിപാടിയിലെല്ലാം പങ്കെടുക്കാതെ മടങ്ങുന്നത്. ഇത് തന്നെ വലിയ രീതിയിൽ തന്നെ കേരളം ഉൾപ്പെടെ ചർച്ച ചെയ്തു. മലബാറിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുകയെല്ലാം ചെയ്യുകയുണ്ടായി. ഇത് തന്നെ ശരിവെക്കുന്ന നിലപാടുകളാണ്, അല്ലെങ്കിൽ ഇത് ശരിവെക്കുന്ന പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗൗതം. ഓക്കെ രമ്യ, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയുമായിട്ടാണ് രമ്യ ചേർന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി UDF-ന് വേണ്ടി കൺവെൻഷനുകൾ നടത്തിയെന്നും ആ കൺവെൻഷനുകളിലെല്ലാം UDF സ്ഥാനാർത്ഥികളും അതിൻ്റെ നേതാക്കളുമൊക്കെ പങ്കെടുത്തുവെന്ന് വെൽഫെയർ പാർട്ടി പറയുകയാണ്. ഒരു ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കൺവെൻഷനുകൾ നടത്തിയത്. രമ്യദാസാണ് വിവരങ്ങളുമായി ചേർന്നത്.